ആങ്സൈറ്റി ഇൻ മൈ എക്സ്പീരിയൻസ്. ഉത്കണ്ഠ എൻ്റെ അനുഭവത്തിലൂടെ. ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഫിയർ എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ചിലർക്ക് മഴേനെ പേടിയായിരിക്കും, ഇടിവെട്ടിന് പേടിയായിരിക്കും. കുട്ടിക്കാലത്ത് ഇതൊക്കെ നമ്മുടെ ഫിയർ ആയിരിക്കും. പക്ഷെ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫിയർ എന്ന് പറയാം. ഞാൻ സൈക്കോളജി പഠിച്ച ആളൊന്നല്ല, എന്നാലും എൻ്റെ എക്സ്പീരിയൻസിലൂടെ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആങ്സൈറ്റി കാരണം കുറേ ഡിസോർഡേഴ്സ് നമുക്ക് ലൈഫിലുണ്ടാകും. ചിലർക്ക് ഇരുട്ടിനെ പേടിയായിരിക്കും. ഫിയർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയത്തേക്ക് ലാസ്റ്റ് ചെയ്യണതാണ്. ആങ്സൈറ്റി നമുക്ക് പലതരം ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ആങ്സൈറ്റി കൂടുമ്പോൾ നമ്മൾ പാനിക്കാവും, പാനിക് അറ്റാക്സ് ഉണ്ടാവും. അപ്പം അതൊക്കെ ലൈഫിൽ കൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആങ്സൈറ്റീനെ പറ്റി സംസാരിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയ്ക്ക് ആങ്സൈറ്റി പലതരത്തിലാണ് ഉണ്ടാവുക എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് മാത്രമല്ല, നമുക്ക് മുൻപുണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ കുറച്ച് ടെൻഷൻ അല്ലെങ്കിൽ ആങ്ഷ്യസ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ കാര്യം എടുക്കും. അവർ നന്നായി കുക്ക് ചെയ്യണ ലേഡിയാണ്. പക്ഷേ ഒരു ഒരു പ്രാവശ്യം കുക്ക് ചെയ്തപ്പം എന്തെങ്കിലും തെറ്റായിട്ട് ശരിയായില്ല ഉണ്ടാക്കിയത്. വേവ് കുറഞ്ഞു പോയി, വേവിച്ചത് കുറഞ്ഞു പോയി. അങ്ങനെ ഒരു എംബറാസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. ഒരു ഗ്യാതറിങ്ങിൽ അവർക്ക് നല്ല ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല എന്ന് വയ്ക്കും. പിന്നീട് അവർ പിന്നെ ഒരു ഗ്യാതറിങ് അല്ലെങ്കിൽ ഒരു മീറ്റപ്സിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ ഒബിയസ്ലി ആങ്ഷ്യസ് ആവും. കഴിഞ്ഞ പോലെ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ഇവൻറ്റ്സ് പാസ്റ്റ് ട്രോമയായിട്ട് കിടക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മൈൻഡിൽ വരും. ഞാനൊരു വീട്ടമ്മയുടെ കാര്യം പറഞ്ഞതാണ്. ഇനി ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് എക്സാമിനേഷൻ എഴുതുമ്പോഴും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റേതായ ടെൻഷൻസിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതെങ്ങനെയാവും, നാളത്തെ എക്സാം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ആങ്ഷ്യസ് ആവുന്നത്. കറക്റ്റ് അല്ലേ? അപ്പോൾ അത് നമ്മുടെ എക്സാമിനേഷൻ പേപ്പർ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും ആ ഒരു ആങ്സൈറ്റി നമ്മളിലുണ്ടാവും. ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ കോൺഫിഡൻസ് ഒബിയസ്ലി കുറയും. അപ്പോൾ നമ്മൾ എങ്ങനെ ആങ്ഷ്യസ് അല്ലാതെ ഇരിക്കാം. ആങ്സൈറ്റി ഉണ്ടാവും എന്നുള്ളത് ഒരുവിധം എല്ലാവരുടെ ജീവിതത്തിലുള്ളതാണ്. ആങ്ഷ്യസ് ആയിരിക്കുക, ആങ്സൈറ്റി ഉണ്ടായിരിക്കുക, സിറ്റുവേഷൻ ഏതും ആയിക്കോട്ടെ. ഈ കുറേ നാൾ ഐസൊലേഷൻ ഇരുന്ന ആളായിക്കോട്ടെ, ലോൺലിനെസ്സിൽ ഇരുന്ന ആളായിക്കോട്ടെ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ പെട്ടെന്നൊരു ഗ്യാതറിങ്ങിൽ പോകുമ്പോൾ, പെട്ടെന്നൊരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുമ്പോൾ അത്രയും ക്രൗഡിനെ എങ്ങനെ ഫേസ് ചെയ്യും, കുറച്ചധികം ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും, ഇതൊക്കെ ആലോചിച്ച് നമ്മൾ ആങ്ഷ്യസ് ആവും. അപ്പോൾ ആങ്ഷ്യസ് ആവാന്ന് പറഞ്ഞാൽ ഫിയർ ആണോ ചോദിച്ചാൽ ഫിയർ അല്ല. എന്നുവെച്ചാൽ ഫിയറിൻ്റെ ഒരു ഘടകമാണ് ആങ്സൈറ്റി എന്ന് പറയാം അല്ലേ? അപ്പം ഗ്യാതറിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇൻ്റർപേഴ്സണൽ മിംഗ്ലിങ്ങും രണ്ട് പേര് തമ്മിലുള്ളത് കുറേ പേരുടെ ഇടയിൽ മിംഗിൾ ചെയ്യുമ്പോഴും പലർക്കും ആങ്സൈറ്റി ഫീൽ ചെയ്തതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്ടമ്മയുടെ എക്സാമ്പിൾ പറയട്ടെ. എനിക്ക് അറിയണ ഒരു ലേഡിയാണ്. അവർ കുറേ നാളായിട്ട് പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പിന്നീട് നാട്ടിൽ പോയി സെറ്റിൽ ആവണം എന്നാലോചിച്ചിട്ട് അവർ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. ഹൗ ഐ വിൽ മിങ്കിൾ വിത്ത് ഓൾ പീപ്പിൾ എന്നുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അങ്ങനെ ആങ്ഷ്യസ് ആകുമ്പോൾ? നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം അല്ലേ? ആങ്സൈറ്റി ഉള്ള ആളുകളെ ചേർത്ത് പിടിക്കാം. ഓക്കെ, നമുക്കറിയാം ഇവർ കുറച്ചൊരു ആങ്ഷ്യസ് ആണെന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് ലൈറ്റ് സിറ്റുവേഷൻസ്. നമുക്ക് സിറ്റുവേഷൻസ് ലൈറ്റായിട്ട് എടുക്കാം. അത് ഒരാളെ വെറുതെ ആങ്ഷ്യസ് ആക്കണ ഏറ്റവും കൂടുതൽ സിറ്റുവേഷൻസ് കുറച്ച് ലൈറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളും ഇത്തരം ട്രോമയിലേക്ക് പോവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് ആങ്ഷ്യസ് ആണ് ആവണ ആളാണ്, നമുക്കതിൽ നിന്ന് രക്ഷപ്പെടണം. അതിനൊരു 3-3-3 റൂൾ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ലുക്ക് അറൗണ്ട് വാട്ട് യു ക്യാൻ സീ. 3 തിങ്സ്. പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന 3 കാര്യങ്ങളെ കാണുക, കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങളെ കേൾക്കുക, സെൻസ് ചെയ്യാൻ പറ്റുന്ന 3 സ്മെല്ല് സെൻസ് ചെയ്യുക എന്നുള്ളത്. ആ 3-3-3 റൂള് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫീലിങ്സ് മാറ്റാൻ സാധിക്കും. അത് അപ്പം എല്ലാവരുടെ കേസിലും ഉള്ളതാണ് ആങ്സൈറ്റി എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ പാസ്റ്റ് ട്രോമാസ് ആവാം, നിങ്ങൾ കടന്നുപോയ ചൈൽഡ്ഹുഡ് ട്രോമയായിരിക്കാം, നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കാം. അപ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് പാനിക് അറ്റാക്സ് ഉണ്ടാക്കുന്നു, തലവേദന ഉണ്ടാകുന്നു, എപ്പോഴും ഒരു ഡിസ്ട്രാക്റ്റഡ് മെൻ്റൽ ഫീലിങ്സ് ആണ് ഉണ്ടാകുന്നതല്ലേ? 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഈ ഒരു റൂളും കൂടിയും പറഞ്ഞു. ഇതൊന്നും ചില സമയത്ത് വർക്കൗട്ട് ആവില്ല കേട്ടോ. മൈൻഡ് സെറ്റിൽ ആവണമെങ്കിൽ കുറച്ചൊക്കെ മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. മൈൻഡ് സെറ്റിൽ ആവണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഡിറ്റേഷനോ ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസം
നമുക്ക് 10 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാനിക് അറ്റാക്സിൻ്റെ ഒരു ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. അതുപോലെ ആങ്ഷ്യസ് ആവണ ഒരു ക്യാരക്ടറിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. ഉത്കണ്ഠ എന്ന് പറഞ്ഞത് മനുഷ്യ സഹജമാണ്. പക്ഷെ നമ്മൾ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ഹീൽ ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ അതിൽ നിന്ന് മുക്തരായേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്വയം അതിനെങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം മൈൻഡിനെ എന്ന് പഠിക്കാം. അപ്പോൾ അതിന് കുറേ സൈക്കോ ടെക്നിക്സ് ഉണ്ട്. മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യണ സൈക്കോളജിക്കൽ ടെക്നിക്സ് ഉണ്ട്. അത് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും. അപ്പോൾ ആങ്സൈറ്റി വരുന്ന സിറ്റുവേഷൻസ് എങ്ങനെ ഹീൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാം എന്നുള്ള അത്തരം ടെക്നിക്സിലൂടെ പറ്റും. അതിലൊരെണ്ണം NLP പോലെയുള്ള ടെക്നിക്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്ക് തീരെ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എക്സ്പേർട്ടിനെ മീറ്റ് ചെയ്യുക. ജസ്റ്റ് മീറ്റ് എൻ എക്സ്പേർട്ട് ആൻഡ് ടെൽ ദിസ് ഇസ് വാട്ട് യു ആർ ആങ്ഷ്യസ് അബൌട്ട്. ഇതിലാണ് നമ്മൾ കൂടുതൽ ടെൻഷൻ അനുഭവിക്കുക, നമ്മൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുക, നമ്മൾ കൂടുതൽ ആങ്ഷ്യസ് ആവണം എന്നുള്ളത്. അപ്പോൾ ആങ്സൈറ്റി കൂടുമ്പോൾ നമുക്ക് പാനിക് അറ്റാക്സിനൊപ്പം തന്നെ മസ്കുലർ പെയിൻ, അങ്ങനെ എന്തിലേക്കൊക്കെയാണ് ആങ്സൈറ്റി നമ്മളെ കൊണ്ടുപോകാമെന്നറിയില്ല. സോ ബെറ്റർ ടു ജസ്റ്റ് ആ മുളയിൽ നിന്നുള്ള എന്ന് പറയുന്ന പോലെ തന്നെ ആ ഒരു സമയത്ത് ജസ്റ്റ് ഇൻ ടൈം നമ്മൾ ആക്ഷൻ എടുക്കുക. എന്നിട്ട് നമ്മൾ എവിടേക്കാണ് ഇപ്പം നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം, ആ ഒരു സിറ്റുവേഷന് നമ്മൾ മൈൻഡിൽ റീപ്രോഗ്രാം ചെയ്താൽ മതി. ഐ വാസ് ഡൂയിങ് മൈ ബെസ്റ്റ് ജോബ്. ഞാൻ വളരെ വർഷങ്ങളായി നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. ആ ഒരു ടൈംലി സിറ്റുവേഷനിൽ മാത്രമാണ് എനിക്കൊരു പ്രോബ്ലം ഉണ്ടായത്. സോ ഐ എം ജസ്റ്റ് റീപ്രോഗ്രാമിങ് മൈ മൈൻഡ്. ഇനിയും ഞാൻ ബെസ്റ്റായിട്ട് കുക്ക് ചെയ്യും. ഇനിയും നിറയെ നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ, നല്ല ഡിഷസ് ഉണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിയും എന്നുള്ള ഐ എം ദ ബെസ്റ്റ് എന്നുള്ള ഒരു സിറ്റുവേഷൻ മൈൻഡിൽ കൊണ്ടുവന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല കോൺഫിഡൻ്റ് ആണ്, വൈ ഷുഡ് ഐ ബി ആങ്ഷ്യസ്? ഞാൻ പിന്നെ എന്തിനാ ആങ്ഷ്യസ് ആവണം? എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടും എന്നാലോചിച്ചാൽ പോരെ പരീക്ഷ പേപ്പർ കാണുമ്പോൾ. അപ്പോൾ അവിടെയും നമുക്ക് ആങ്സൈറ്റീനെ അങ്ങനെ മാറ്റാൻ പറ്റും. റീപ്ലേസ് ചെയ്യാന്നല്ല, നമുക്ക് ജീവിതത്തിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ പേടികൾ, പലതരം പേടികൾ, മഴയെ പേടി, ഡാർക്ക്നെസ്സിന് പേടി. ആ പേടികളൊക്കെ ഒരു പ്രസൻറ്റ് ഡയമെൻഷനിൽ വരാണെങ്കിൽ, പ്രസൻറ്റ് സിറ്റുവേഷനിൽ വരാണെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വൈഡ് പേഴ്സ്പെക്റ്റീവിൽ വരികയാണ്. അപ്പോൾ നമുക്ക് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്ക് എക്സ്പേർട്ട് അഡ്വൈസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആങ്സൈറ്റിയിൽ നിന്ന് മാറാൻ, നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ്ങും ആങ്സൈറ്റിക്ക് ഒരു കാരണമായേക്കാട്ടോ. അപ്പോൾ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യാനും ആങ്സൈറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ മാറ്റിക്കളയാനും മെഡിറ്റേഷൻ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ട്രൈ ടു പ്രാക്ടീസ് മെഡിറ്റേഷൻ ഫോർ 10 മിനിറ്റ്സ്. ഉത്കണ്ഠ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ ലൈഫിൽ ഉത്കണ്ഠയോടുകൂടി നിങ്ങൾ നേരിട്ട പല സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പം അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ എങ്ങനെ ഓവർകം ചെയ്തു? അതുപോലെ ആങ്സൈറ്റി വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുമല്ലോ, നമ്മൾ കുറേ ഷെയർ ചെയ്യും, കുറേ കാര്യങ്ങൾ, ഇങ്ങനെയല്ല അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ഇനി അവിടെ പോയി എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവറി കിട്ടിയിട്ടുണ്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ട്? അല്ല നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കുമ്പോഴാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത്? അതൊക്കെ എന്നോട് പറയണേ. എനിക്ക് 2 അഭിപ്രായം ഉണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആങ്സൈറ്റിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. നമ്മുടെ ഉത്കണ്ഠയുടെ ആ ഒരു മനോവികാരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം തീരുമാനം എടുക്കണം, ഐ ഹാവ് ടു റിക്കവർ ഫ്രം മൈ ആങ്ഷ്യസ് ബിഹേവിയർ എന്നുള്ളത്. എൻ്റെ ഉള്ളിലാണ് ഉത്കണ്ഠ, അത് മറ്റൊരാൾക്ക് ക്യൂർ ചെയ്യാൻ പരിധിയുണ്ട്. സോ വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു ടേക്ക് ആക്ഷൻ. ഞാൻ തന്നെ ആക്ഷൻ എടുക്കണം ഞാൻ മാറണമെങ്കിൽ. ഇതാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ആങ്സൈറ്റിയെ പറ്റി നിങ്ങളുടെ മനസ്സിലുള്ളത്? നിങ്ങൾക്ക് ആങ്സൈറ്റി ഉള്ള ആളാണോ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള നിങ്ങൾ ഒരു സുഹൃത്തിനെയോ ഫാമിലി മെമ്പറെയോ നിങ്ങൾ ആശ്വസിപ്പിച്ചിട്ടുള്ള ആളാണോ? എന്നോട് പറയണേ. താങ്ക് യു സോ മച്ച് ഇതാ.